മഴയ്ക്ക് ശമനമായെങ്കിലും പമ്പയിൽ ഒഴുക്കു ശക്തം. ശബരിമല യാത്രയ്ക്ക് കടുത്ത ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നതിനാൽ നിറപുത്തരിക്കായി നട തുറക്കുന്ന ഇന്ന് സാധാരണ കാണാറുള്ള ഭക്തജന തിരക്ക് കാണാനില്ല. ഭക്തർക്ക് പമ്പയിൽ കുളിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പമ്പയിൽ നിന്നും സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നിറപുത്തരിക്കായി ഇന്ന് ശബരിമല നട തുറക്കുമ്പോൾ ഭക്തർ എത്തുന്നതിനൊക്കെ കൃത്യമായ ഒരു ജാഗ്രതാ നിർദ്ദേശം തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും എല്ലാം തന്നെ നൽകിയിരുന്നു. കാരണം ശക്തമായ മഴയാണ്. അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിലടക്കമുള്ള അപകട സാധ്യതകൾ, പമ്പയിലെ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യം, ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരമൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. കഴിവതും യാത്രകൾ ഒഴിവാക്കണമെന്ന ഒരു നിർദ്ദേശം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് മഴയ്ക്ക് കാര്യമായ ശമനമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചാറ്റൽ മഴ ഒഴിച്ചാൽ കാര്യമായ മഴ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. അത് കാനന പാതയിലായാലും പമ്പയിലായാലും എല്ലാം അത് ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് ഇന്നലെ വളരെ ഉയർന്ന ജലനിരപ്പായിരുന്നു പമ്പയിലെങ്കിൽ ഇന്ന് ഏതാണ്ട് 4 അടിയോളം ഇന്നലത്തേതിൽ നിന്നും കുറഞ്ഞു എന്നതും ആശ്വാസകരമാണ്. എന്നാൽ ഇപ്പോഴും ശക്തമായ ഒഴുക്കാണ് പമ്പാ നദിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഭക്തരൊന്നും തന്നെ ഇവിടെ ഇറങ്ങി കുളിക്കരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റ് റെസ്ക്യൂ ടീമും മറ്റും ഫയർഫോഴ്സിൻ്റെയും മറ്റും നേതൃത്വത്തിൽ ഇവിടെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഭക്തരാരും തന്നെ ഇതിലേക്ക് ഇറങ്ങരുത് എന്ന നിർദ്ദേശം തന്നെയാണ് നൽകുന്നത്. ഇപ്പോഴും നല്ല ശക്തമായ ഒഴുക്കിൽ കിഴക്കൻ വെള്ളം വരുന്നു എന്നത് ഉണ്ടെങ്കിൽ പോലും ഇന്നലത്തേനെ അപേക്ഷിച്ചില്ല, കഴിഞ്ഞ 2 ദിവസത്തെ അപേക്ഷിച്ച് ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്, ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട് എന്നത് ആശ്വാസകരമാണ്. അത് ഇപ്പം മഴയും ഒഴിഞ്ഞു നിൽക്കുന്നത് ഭക്തരെ സംബന്ധിച്ചും ആശ്വാസകരമാണ്. വളരെ കുറച്ച് ഭക്തർ മാത്രമേ ഇപ്പോൾ പമ്പയിലുള്ളൂ. വൈകിട്ടോടുകൂടി കൂടുതൽ ഭക്തർ എത്തുമോ എന്ന കാര്യം നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. എന്തുതന്നെയായാലും കാനനപാതയിലും പമ്പയിലുമെല്ലാം മഴ ഒഴിഞ്ഞു നിൽക്കുന്നതും പമ്പയിലെ ജലനിരപ്പ് താഴുന്നതും ആശ്വാസകരമാണ്. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, പമ്പ.